നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും cookery-show.com-ലേക്ക് സ്വാഗതം. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണസദ്യ കൂടുതൽ വിഭവസമൃദ്ധമാക്കുവാനായി നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയാണ്. ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുവാനായി ആദ്യം 1/4 കിലോൻ്റെ ബീറ്റ്റൂട്ട് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചതച്ച മുളക്, ചതച്ച ഉള്ളി, കുറച്ച് വെള്ളം, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ് ഇവയെല്ലാമാണ് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിക്ക് ആവശ്യം. ആദ്യമായി നമ്മൾ മുറിച്ച് വെച്ച ബീറ്റ്റൂട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഇട്ടിരിക്കുന്ന ബീറ്റ്റൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇതിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഈ ബീറ്റ്റൂട്ടിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം വറ്റുന്നത് വരെ തിളപ്പിക്കണം. 10 മിനിറ്റ് വെച്ചതോടെ അത് വെന്ത് കിട്ടോളും. ബീറ്റ്റൂട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ വേവിക്കാതിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റാണ് ഇതിന് ടൈം പറഞ്ഞിരിക്കുന്നത്. ആ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് പാകമാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏത് അവസ്ഥയിലെത്തി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ബീറ്റ്റൂട്ട് അതിലെ വെള്ളമൊക്കെ വറ്റി വെന്തു വന്നിട്ടുണ്ട് ബീറ്റ്റൂട്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഓക്കെ, ഇനി എന്താ പരിപാടി ആശ? ഇനിയാണ് പരിപാടികളുള്ളത്. അടുത്ത ഒരു പാൻ എടുക്കുക. ഇനി ചെയ്യാനുള്ളതൊക്കെ വളരെ ചെറിയ ഫ്ലെയിമിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സിമ്മിൽ വെച്ച് ഇതിലിനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇനി നമുക്ക് കടുകും വേപ്പിലയും ഇട്ട് പൊട്ടിക്കണം. ഒന്ന് പൊട്ടിക്കോട്ടെ, ഇത് സാവകാശം കൊടുക്കണം. നമ്മളിവിടെ ചതച്ച് മുളകും ഉള്ളിയും വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളി ഇടണം. താങ്ക് യു. ഇനി ഈ ഉള്ളി മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ മുളക് ഇടുന്നത്, ചതച്ച മുളക്. ആയി കഴിയുമ്പോൾ നമ്മളിവിടെ ശരിക്കും ചതച്ച മുളകുണ്ട്, അതിട്ടേക്കാം. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അത് ഇതിലേക്ക് ഇടാം. ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആശ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ എന്തെങ്കിലും ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതിപ്പോൾ എങ്ങനെ ഇത്രയും ഈ അടിപൊളിയായിട്ടുള്ള ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കിയെന്ന് സിമ്പിളായിട്ടൊന്ന് വിവരിച്ചു കൊടുത്തത്. തീർച്ചയായും നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഒന്നും കൂടി വിവരിക്കാം. നമ്മളിന്നിവിടെ 1/4 കിലോ ബീറ്റ്റൂട്ട് വെച്ചാണ് തയ്യാറാക്കിയത്. ഇത് വെള്ളത്തിൽ ആദ്യം തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് 1 കപ്പ് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വേവിക്കുക. വെന്ത ശേഷം നമ്മൾ വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ഹോട്ടായി കഴിയുമ്പോൾ നമ്മൾ കടുകും വേപ്പിലയും ഇട്ട് പൊട്ടിക്കുകയാണ്. നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളകും
ഉള്ളിയും ഒരു ലൈറ്റ് ബ്രൗണിലായി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം. 2-3 മിനിറ്റ് നമ്മൾ നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ ബീട്രൂട്ട് മെഴുക്കുവരട്ടി തയ്യാർ. അപ്പോൾ സ്വാദിഷ്ടമായ ഒരു ബീട്രൂട്ട് മെഴുക്ക് പറ്റി ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഇഷ്ടം നോക്കി. പിന്നെ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വയറും നിറഞ്ഞു. അതുപോലെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ. ഇതുപോലെ ഒരുപാട് വിഭവങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.cookeryshow.com.